എൻ്റെ പേര് ജയിലാണ്. എൻ്റെ പേര് കമറുദ്ദീൻ. ഞങ്ങളിപ്പോൾ കൂട് വെച്ചത് കരിയന്നാറ് വെച്ചിട്ടിപ്പോൾ ഇവിടെ 2 വർഷമായിട്ടുള്ളൂ. നേരത്തെ കുറച്ച് അപ്പുറത്തായിരുന്നു, പിന്നെ അതിന് ശേഷം തറവാട്ടിലായിരുന്നു. നമ്മൾ ഈ പ്രാവ് വളർത്തൽ ടൂർണമെൻറ്റ് ഏകദേശം 25 വർഷത്തോളമായി ഈ ടൂർണമെൻറ്റ് പങ്കെടുത്തിട്ടും അന്നൊക്കെ വളരെ കുറവായിരുന്നു ടൂർണമെൻറ്റ് ആളുകൾ. ഇന്ന് ഒരുപാട് പേരുണ്ട്. ഇത് സ്ഥലം വരുന്നത് പുതുപ്പള്ളി തെരുവ്, അതായത് നമ്മുടെ ഈ ഏരിയ ടൂർണമെൻറ്റിൽ ഒരു പേരുണ്ട്, PPKC എന്ന ഒരു ഏരിയയിലാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഏട്ടനനിയന്മാർ തന്നെയാണ്, ഞങ്ങൾ ഒപ്പം തന്നെയാണ് കൂട് വെച്ചിരുന്നത്. കഴിഞ്ഞ തവണ മാത്രം തറവാട്ടും ഇവിടെയായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം രണ്ടും കൂടി ഒന്നിച്ചാണ് വരുന്നത്, ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടൂർണമെൻറ്റിൽ പറഞ്ഞാൽ ടൈം ഇട്ടിരിക്കുന്നത് വന്നിട്ട് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റാണ്. അതിൽ നമ്മൾ പറപ്പിച്ച സമയം വന്നിട്ട് 16 മണിക്കൂറും 28 മിനിറ്റുമാണ് നമ്മൾ പറഞ്ഞ സമയം. അന്നത്തെ സെക്കൻഡ് വിന്നറായിരുന്നു നമ്മൾ. ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ്, പാലക്കാട് ഡിസ്ട്രിക്ട് കല്യാൺ ടൂർണമെൻറ്റ്. ഈ പ്രാവിൽ നമ്മുടെ ഒറിജിനൽ ലൈനേജാണ് ഉള്ളത്. നമ്മൾ 25 വർഷത്തോളം ഈ ഫീൽഡിലുണ്ട്. അതിൽ നമ്മുടെ ഇതിപ്പോൾ ഒരു 19 വയസ്സായ ഒരു ലൈനേജ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഇത് പറന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലൈനേജിൽ നമുക്ക് വെള്ളയിലും സുറുമിയിലും സബ്ജിയിലും സൂപ്പറിലും അങ്ങനെ ലൈനേജ് പറന്നു. ഇതുവരെയും കഴിഞ്ഞ 2024 ഞങ്ങൾ ടൂർണമെൻറ്റ് വെച്ചിട്ട് 15 മണിക്കൂർ പറന്നിട്ടുണ്ട്. പക്ഷേ 10:05 പറന്നിട്ടുണ്ട്. ആ ലൈനേജും ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം, പരിചയപ്പെടാം. ഈ ലൈനേജാണ് നമ്മുടെ ഒറിജിനൽ ലൈനേജ്. അതായത് സുറുമിയിലെ പെട്ടയും വെള്ളയിലാണും. ഏകദേശം ആണിന് വന്നിട്ട് 19 വയസ്സോളം ഏജ് ഉണ്ട്, പെട്ടയ്ക്ക് വന്നിട്ട് 14 വയസ്സോളം ഏജ് ഉണ്ട്. ഇതിൽ വന്നിട്ട് 2019 പറന്ന ഡിസ്ട്രിക്ട് പന്തയത്തിൽ 16 മണിക്കൂർ പറന്നതിൻ്റെ ലൈനേജാണ്, അപ്പനും അമ്മയുമാണ്. ഇനി ഇതിൻ്റെ ലൈനേജ് വേറെയുണ്ട്, ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. ഓരോ ഭാഗത്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ജോഡികൾ നമ്മൾ കാണിച്ചു തരാം. ഇതേ ലൈനേജിലുള്ള ജോഡികൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈനേജുകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ലൈനേജ് ഒപ്പമുള്ള ലൈനേജിൻ്റെ കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. ഈ ലൈനേജിൻ്റെ താഴത്തെ കുഞ്ചിൻ്റെ കുഞ്ചാണ് ഈ പാണ്ടൻ ജോഡി, ഈ സെയിം പാണ്ടൻ ഇട്ടിരിക്കുന്നത്. ആ പാണ്ടൻ ജോഡിൻ്റെ കുഞ്ചാണ് ഈ സൂപ്പർ ലൈനേജും ആ വാൽക്കട്ട് പെട്ടി. ഇത് കഴിഞ്ഞ തവണ ഏരിയ ടൂർണമെൻറ്റിൽ ഏകദേശം ഒരു 2 സെക്കൻഡും 2 ഫസ്റ്റും അടിച്ച പ്രാവാണ്. ആ വെള്ളാണ്ട ലൈനേജാണ്. ആണ് വന്നിട്ട് പെട്ട വന്നിട്ട് ഈ പാണ്ടൻ്റെ ലൈനേജാണ്. പിന്നെ ഇത് കഴിഞ്ഞ ഏരിയ ടൂർണമെൻറ്റ് വെണ്ണക്കരയിൽ നമ്മുടെ ബിനുവേട്ടനോട് പറന്ന ജോഡിയാണ്. രണ്ടും സൂപ്പറാണ്. ഒരേ ലൈനേജ് കുഞ്ചാണ്. നമ്മൾ ഒരേ ലൈനിന് ജോഡി ഇട്ടിരിക്കുകയാണ്. മൂപ്പര് 2 ഏരിയ ടൂർണമെൻറ്റ് വിട്ടും വെണ്ണക്കര PD5 വിട്ടും പ്രാവ് ഏകദേശം ഒരു 15 മണിക്കൂറോളം പറന്നിട്ടുണ്ട്. 10 സംതിങ് വരെ പറന്ന ലൈനേജിന് അങ്ങനെ ജോഡി ചേർത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ താഴെ നമുക്ക് അതേ ലൈനേജാണ്, ആ വെള്ളാണിൻ്റെ 19 മണിക്കൂർ വെള്ളാണിൻ്റെ ലൈനേജാണ്. അതും നമ്മൾ വെണ്ണക്കര ബിനുവേട്ടൻ്റെ തന്നെ പറന്ന ജോഡിയാണ്. അതങ്ങനെ ജോഡി ചെയ്ത് രണ്ടും 15 മണിക്കൂർ പറന്ന പ്രാവുകളാണ്. അതങ്ങനെ തന്നെ ജോഡി ലൈനാക്കി ഇവിടെ കൊടുന്ന് വിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ വെള്ള ജോഡിൻ്റെ കുഞ്ഞുങ്ങൾ ഇത്തവണ എടുത്ത് നമ്മൾ ചിറ്റിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സീസണിലേക്ക് ഓട്ടാനായിട്ട് ഏകദേശം ഒരു 2 കുഞ്ഞോളം ചിറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 4-5 കുഞ്ഞ് നമ്മൾ ചിറ്റി ഇറക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി കാണാം. ഇതാണ് നമ്മളെ കാണിച്ചു തന്ന വെള്ള ജോഡിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ ഓട്ടിങ്ങോട്ടിരിക്കണം വെള്ള ജോഡിൻ്റെ കുഞ്ഞാണ്. പിന്നെ ഇതിലൊരു കുഞ്ഞും കൂടി ഉണ്ട് വെള്ള ജോഡിൻ്റെ. ഇത് വെള്ള ജോഡി കുഞ്ഞാണ്, പക്ഷെ ഇത് ചിറ്റി ഇറങ്ങിയിട്ടില്ല. ഇപ്പുറത്തെ കുഞ്ഞ് ചിറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളൻ്റെ കുഞ്ഞാണ്. വെള്ള കുഞ്ഞ്, 2 വെള്ളൻ്റെ കുഞ്ഞാണ്. ഇത് 2 വെള്ളൻ്റെ കുഞ്ഞാണ്. ഇത് നമ്മുടെ 19 ഏകദേശം ഏജുള്ള പ്രാവാണ്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ലൈനേജിലുള്ള ആണാണ്. പെട്ട വന്നിട്ട് ഇപ്പോൾ വീണ്ടും ജോഡി ചേർത്തിയതാണ്. ഒരു 4 കൊല്ലമായിട്ടുള്ളൂ പെട്ട ജോഡി ചേർത്തിയിട്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കഴിഞ്ഞ തവണ ഏരിയ ടൂർണമെൻറ്റിൽ ഏകദേശം ഒരു 7 പന്തയോളം അടിച്ചിട്ടുണ്ട് ഒരു സീസണിൽ തന്നെ. ആ ലൈനേജും കൂടി നമുക്ക് കാണാം അതിൻ്റെ കുഞ്ഞുങ്ങളെ. ഇതാണ് ആ സുറുമിൻ്റെ കുഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ഈ പ്രാവശ്യം പന്തി അടിച്ചിട്ടുണ്ട്. 19 വയസ്സുള്ള 19 വയസ്സുള്ള സുറുമിൻ്റെ കുഞ്ഞാണ്.
ഈ പ്രാവശ്യം വന്നിട്ട് ഇത് 3 ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട്, 4 ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട്. 4 ഹാട്രിക്കും 3 ഫസ്റ്റും അടിച്ചിട്ടുണ്ട്, 2 സെക്കൻഡും അടിച്ചിട്ടുണ്ട്. ഈ സുറുമേൻ്റെ കുഞ്ഞാണ് ഇത് രണ്ടും. രണ്ട് സുറുമേൻ്റെ കുഞ്ഞാണ്, 2 ചിറ്റി ഇറങ്ങിയിട്ടില്ല. ഇപ്പം എത്ര വലിയ പ്രായം ഉണ്ടാവും? ഇപ്പോൾ 4 കല്ലിയാവും, 4 കല്ലിൻ്റെ ഉള്ളിൽ. ഇതാ നമ്മുടെ 19 വയസ്സ് സുറുമേൻ്റെ കുഞ്ഞാണ് ഇത്. റക്കവള്ളിയിലുണ്ട്. ഇതും കഴിഞ്ഞ പ്രാവശ്യം മദ്യ അടിച്ചു തന്നിട്ടുണ്ട്, 3 മദ്യ അടിച്ചിട്ടുണ്ട്. ആ സൂപ്പർ ജോഡ് ലൈനേജാണിത്, അതിൻ്റെ കുഞ്ഞാണ്. ഇതിപ്പോൾ ചിറ്റി ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ പ്രാവ് ചെറിയൊരു മപ്പുള്ള കൊണ്ട് ശരിക്ക് ടൈം ആക്കിയിട്ടില്ല. ആ മപ്പൊന്ന് മാറട്ടെ പറഞ്ഞിട്ട്. കുഴപ്പമില്ല, ഇപ്പം ചിറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ റെക്കർപ്പ് എന്നാണ് ഇതിന് പറയുക. ഈ PPKC ഏരിയ ടൂർണമെൻറ്റിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാവാണ്. കാരണം 7.5 പന്തയത്തിന് ഞങ്ങൾക്കൊരു സെക്കൻഡ് വിന്നർ വാങ്ങിത്തന്ന പ്രാവാണ്. അതായത് അപർണ ടൂർണമെൻറ്റ്. ആ ടൂർണമെൻറ്റ് ഇപ്പം ഇല്ല, അത് ഏത് സീസണിന് ഓർമ്മയില്ല. ആ സീസണിൽ ഞങ്ങൾക്ക് സെക്കൻഡ് വിന്നർ വാങ്ങിത്തന്ന പ്രാവ് 7.5 ടൂർണമെൻറ്റിൽ 12.5 മണിക്കൂർ പറഞ്ഞതിൽ 7:23 പറഞ്ഞ പ്രാവാണ്. ഇത് PPKCയിലെ കഴിഞ്ഞ തവണ 4 ടൂർണമെൻറ്റിൽ വിന്നറായിട്ടുണ്ട്. 2 സെക്കൻഡും 2 ഫസ്റ്റ് വിന്നറുമായ പ്രാവാണ്. ഗോൾഡൻ ടൂർണമെൻറ്റിൽ സെക്കൻഡ് വിന്നറായിരുന്നു. സൂപ്പർ പുള്ളിയാണ്. ഇതിൻ്റെ അപ്പനാണ് ഇതിൻ്റെ പാണ്ടൻ. ഇതാണ് അപ്പൻ. ഇതിൻ്റെ അമ്മ പോയി. അമ്മ കഴിഞ്ഞ തവണ 15 മണിക്കൂർ പറഞ്ഞു. പിന്നെ സെക്കൻഡ് പന്തയം വിട്ടതിൽ പ്രാവ് കൈവരുമായിട്ട് അവർ വീണു. ഈ അപ്പനാണ് ഈ പാണ്ടൻ. 2017 പറഞ്ഞ ലൈനേജാണ്. ഇതിൻ്റെ കുഞ്ഞൊന്നും എടുത്തിട്ടുണ്ട്, പാണ്ടലിലാണ്. അത് ഞങ്ങൾ ഓട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കുഞ്ഞ്. ഇത്തവണ ഞങ്ങൾ ഓട്ടുന്നുണ്ട്. പെട്ടയാണ് ഇത്. ഇപ്പോൾ ജോഡി ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് നമ്മുടെ ഒറിജിനൽ ലൈനേജ്. 19 വയസ്സ് ഏജുള്ള ആണ്, 14 വയസ്സ് പെട്ടയാണ്. ഈ പ്രാവിന് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ചോട്ട എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഈ പ്രാവിന് ചോട്ട പറഞ്ഞാലേ അറിയുള്ളൂ. ഇത് 2014 ഒരുപാട് പന്തയമായി തന്ന പ്രാവാണിത്. ബാറ്ററി കിടക്കടിച്ച പ്രാവാണിത്. ഈ വെള്ളാണ്ണ് വന്നിട്ട് കാഴ്ച ശക്തി പോയതാണ്. അതായത് കാഴ്ച മങ്ങിയിട്ടേ കാണത്തുള്ളൂ. കാരണം അതിൻ്റെ ഏജ് ആയതുകൊണ്ട് ചെറുതായിട്ട് കാഴ്ചയേ ഉള്ളൂ. ഇത്തവണ കുഞ്ച് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മുട്ടയിട്ടിട്ടുള്ളത്. അത് മുട്ട വന്നിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ അവിടെ കൊടുത്തു വിട്ടിരിക്കുകയാണ്. അവിടെ ചടനാകുഷിക്ക് കൊടുത്തിരിക്കുകയാണ്. സെമിക്ക എന്ന് പറയും. മൂപ്പറിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ഇനി മൂപ്പറിനെ അതിൽ കുഞ്ച് കിട്ടിയിട്ടിനി എന്താന്ന് റിസൾട്ട് പറയും. ഇതും സൂപ്പർ ലൈനേജിൻ്റെ കുഞ്ചാണ്. ഇത്തവണ ഓട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. കൊഴിച്ചലാണ് പ്രാവിന്, ചിറ്റിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. 10-250 പ്രാവുകൾ ഉണ്ടായിരുന്നു, 2 വടയും കൂടിയിട്ട്. നമ്മളത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 100 പ്രാവിൻ്റെ ഉള്ളിലേ നമ്മൾ വെക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടി നോക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ കൂടുകൾ നമ്മുടെ കയ്യിൽ 16 കൂട് തന്നെ ഏകദേശം 4 കൂടുകളും ഉണ്ടായിരുന്നു. അവർ തറവാട്ടത്തി ഇവിടുത്തിയായിട്ട്. പിന്നെ 15 കൂട് അതേപോലെ 2 കൂടുണ്ടായിരുന്നു. പിന്നെ 12 കൂട് 3 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആകെ മൊത്തം ഇപ്പോൾ ഒരു 5 കൂടേ നമ്മുടെ ഉള്ളൂ. ബാക്കിയുള്ള കൂടൊക്കെ നമ്മൾ ഒഴിവാക്കി. അത് കുറച്ച് പേർക്ക് കൊടുത്തു വിട്ടു. ആ കൂട് അവരവിടെ ഇപ്പോൾ പ്രാവ് വെച്ചിട്ടുണ്ട്, അവർ ഓട്ടുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇത് റേവൽസുകളാണ്. ഇത് നമ്മുടെ മെയിൻ ജോഡിൻ്റെ മുട്ടകളൊക്കെ മാറ്റി വെക്കാറുള്ള പ്രാവുകളാണ്. ഇത് പാലക്കാട് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ്, കല്യാൺ ടൂർണമെൻറ്റിൽ 2019 16:28 പറഞ്ഞ ടൈം, 16 മണിക്കൂർ 28 പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് പാലക്കാട് ബ്രദേഴ്സൺ ടൂർണമെൻറ്റ് 7.5 ടൂർണമെൻറ്റ് നടത്തിയതിൽ 12 മണിക്കൂറും 20 മിനിറ്റും പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് പാലക്കാട് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിൽ പറഞ്ഞതാണ്. ഗോപി മെമ്മറി ടൂർണമെൻറ്റിൽ പറഞ്ഞതാണ്. 2018 പറഞ്ഞതാണ്. 7:10 വരെ പറഞ്ഞത്. 7:10 12 മണിക്കൂർ 10 മിനിറ്റ് പറഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് നമ്മുടെ PPKC പറഞ്ഞ ഏരിയ ടൂർണമെൻറ്റിൽ പറഞ്ഞതാണ്. 2020 12 മണിക്കൂറും 44 മിനിറ്റ് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. ഇത് 21 7:49 ഇത് 21 പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. PPKC ടൂർണമെന്റിൽ 7:49 വരെ പറഞ്ഞ സർട്ടിഫിക്കറ്റാണ്. 12 മണിക്കൂർ 49 മിനിറ്റ്. ഇത് പാലക്കാട് ഫ്ലവേഴ്സ് PGൻ്റെ ടൂർണമെൻറ്റിൽ പറഞ്ഞതാണ്. 7:1 അതായത് 7.5 ടൂർണമെൻറ്റിൽ പറഞ്ഞ ടൈമാണ്. 2020 PPKCയുടെ ഏരിയ ടൂർണമെൻറ്റിൽ 2024 പറഞ്ഞതാണ്. 15 മണിക്കൂറും 4 മിനിറ്റും, അതായത് 10:04 ഏരിയ ടൂർണമെൻറ്റ്. ഇത് PPKCയുടെ ഏരിയ ടൂർണമെൻറ്റ് 2022 വിട്ടതാണ്. 12 മണിക്കൂറും 57 മിനിറ്റ്.
അതായത് 7:57 പറഞ്ഞു. ഇതും TTKSന്റെ ഏരിയ ടൂർണമെൻ്റ് ഉൾപ്പെടാണ്. 2022 തന്നെയാണ്. 12 മണിക്കൂർ 8 മിനിറ്റ്.